welcome to Learnino. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ് ആൻഡ് കോൺസ്റ്റൻസിലെ MCQs ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾ? ഒരു ജാവാസ്ക്രിപ്റ്റ് വേരിയബിളിന്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻസ്: ടു സ്റ്റോർ ആൻഡ് മാനേജ് ഡേറ്റ, ടു ഡിഫൈൻ ഫങ്ഷൻസ്, ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ, ടു ക്രിയേറ്റ് HTML elements. Answer option A, to store and manage data. Okay, data manage ചെയ്യാനും store ചെയ്യാനും വേണ്ടിയിട്ടാണ് വേരിയബിൾ. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് കണ്ടെയ്നർ ഓഫ് ഡേറ്റ ആണ് അല്ലേ? സോ ടു സ്റ്റോർ ആൻഡ് മാനേജ് ഡേറ്റ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2, which keyword is used to declare a variable in JavaScript? Okay, JavaScriptലെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ഏതാണ്? ഓപ്ഷൻസ്: let, var, const, variable. അപ്പോൾ ഇതെല്ലാം ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള കീവേഡ്സ് തന്നെയാണ്. അപ്പോൾ അത് ഒരു നോർമൽ കീവേഡ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് യൂസിങ് ലെറ്റ് ആണ്. ഓക്കെ, വാർ യൂസ് ചെയ്യാറുള്ളത് 2015 മുമ്പുള്ള ഓൾഡർ വേർഷൻസിലാണ് വാർ യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. ലെറ്റ് ആണ് പുതിയ വേർഷൻസിലെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3, what is the difference between let and const for a variable declaration? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ലെറ്റും കോൺസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓപ്ഷൻസ്: let allows reassignment while const does not. അടുത്തത് const allows reassignment while let does not. Next, let and const are interchangeable. Next, both let and const prevent variable declaration. Answer: let allows reassignments while const does not. Okay, നമ്മളത് കോൺസ്റ്റിലാണ് കൂടുതലായിട്ട് പഠിച്ചത്. കോൺസ്റ്റ് ഒരിക്കലും റീഅസൈൻമെന്റ് പ്രൊമോട്ട് ചെയ്യില്ല. ഓക്കെ, സോ റീഅസൈൻമെന്റ് ഇല്ല, ബട്ട് ലെറ്റ് അത് അലൗ ചെയ്യും. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, ലെറ്റ് അലൗസ് റീഅസൈൻമെന്റ് വൈൽ കോൺസ്റ്റ് ഡസ് നോട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, what is the value of a variable that is declared but not initialized? Okay, options: 0, null, undefined, false. ഓക്കെ, ഒരു വേരിയബിളിന് വാല്യൂ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല, അതിന് ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസിന് എന്താണ് പറയണത്? അല്ലെങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസിൽ എന്തായിരിക്കും? ഓക്കെ, ആൻസർ അൺഡിഫൈൻഡ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അൺഡിഫൈൻഡ് ആയിരിക്കും ആ വേരിയബിൾ, അസൈൻ ചെയ്യാത്ത വേരിയബിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, which data type is used to represent whole numbers in JavaScript? JavaScriptൽ whole numbersനെ represent ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് ഏതാണ്? ഓപ്ഷൻസ്: integer, float, string, number. ആൻസർ ഓപ്ഷൻ ഡി, നമ്പർ ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് പോയിന്റ് അങ്ങനെ ഒന്നുമില്ല. ഏത് നമ്പർ ആണെങ്കിലും അവിടെ നമ്പർ തന്നെയാണത് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്പർ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, next question number 6, what is the result of the expression 5 plus single quotes in ഉള്ളിൽ 5? okay, in JavaScript. അപ്പോൾ 5 plus 5 ആണ്, ഒരു 5 single quotes in ഉള്ളിൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? ഓപ്ഷൻസ്: 10, 55, 55 quotesൽ എറർ. ആൻസർ ഓപ്ഷൻ സി, 55 quotesന്റെ ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, അവിടെ ടൈപ്പ് കോഹഷൻ വരുന്നുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം 5 കോൺകാറ്റനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ നമ്പറിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും കോൺകാറ്റനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡാറ്റ ടൈപ്പിന്റെ കൺവേർഷൻ നമുക്ക് പറയാനുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, സോ ഇവിടെ ആൻസർ ഇസ് 55 ഇൻ സിംഗിൾ കോട്ട്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7, what is the purpose of type of operator in JavaScript? JavaScriptൽ type of operatorന്റെ യൂസ് എന്താണ്? Options: to perform type conversion, to check if a variable is undefined, to convert a variable to a number, to determine the data type of a value. Okay, the answer is option D, to determine the data type of a value. അപ്പോൾ type of എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു വാല്യൂയുടെ ഡേറ്റ ടൈപ്പ് ഏതാണെന്നുള്ളത് കണ്ടെത്താനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8, which operator is used to compare two values for equality without considering their data types? Okay, അപ്പം ഡേറ്റ ടൈപ്സിനെ കൺസിഡർ ചെയ്യാതെ ഇക്വാലിറ്റിക്ക്, അതായത് രണ്ട് വാല്യൂസിന്റെ ഇക്വാലിറ്റി കമ്പയർ ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ്? അവിടെ ഡേറ്റ ടൈപ്സിനെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഏത് ഡേറ്റ ടൈപ്പ് ആണ് എന്നുള്ളത് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഏത് ഓപ്പറേറ്റർ ആണ്? അപ്പോൾ ഓപ്ഷൻസ് ഇവിടെ 2 ഈക്വൽ ഉണ്ട്, 3 ഈക്വൽ ഉണ്ട്,
നോട്ട് ഈക്വൽ ഉണ്ട്, നോട്ട് രണ്ട് ഈക്വൽ ഉണ്ട്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ എ. ഈ രണ്ട് ഈക്വൽ ടു ആണ് ഇക്വാലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്പറേറ്റർ. ഓക്കെ, next question number 9. Which operator is used to compare two values for equality while also checking their data types? Okay, അപ്പം data types check ചെയ്തുകൊണ്ട് equality compare ചെയ്യുന്ന, രണ്ട് valuesന്റെ equality compare ചെയ്യുന്ന operator ഏതാണ്? അപ്പോൾ സെയിം ഓപ്ഷൻസ് തന്നെയാണ്. അപ്പോൾ വരുന്നത് ഇവിടെ മൂന്ന് ഈക്വൽ ടു ആണ് വരുന്നത്. ഓക്കെ, ഡേറ്റ ടൈപ്സും ചെക്ക് ചെയ്തുകൊണ്ട്, ഇവിടെ കൺഫ്യൂസിങ് ആവരുത്. മറ്റേത് വിത്തൗട്ട് ചെക്കിംഗ് ഡേറ്റ ടൈപ്സ് ആയിരുന്നു, ഇവിടെ വിത്ത് ആണ് കേട്ടോ, ചെക്കിംഗ് ഡേറ്റ ടൈപ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വാലിറ്റി ഓപ്പറേറ്റർ ഏതാണ്? ഓക്കെ, ഇവിടെ മൂന്ന് ഈക്വൽസ് വരുന്നതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് question number 10. How do you declare a constant variable in JavaScript? Okay, JavaScript ൽ ഒരു constant variable എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഓപ്ഷൻസ് const myvar, let myvar, var myvar, constant myvar. Okay, answer is option A, const. അത്രയേ ഉള്ളൂ, const ആണ് കീവേഡ്. const myvar വെച്ചിട്ടാണ് നമ്മളൊരു കോൺസ്റ്റന്റ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, question number 11. What is the value of null in JavaScript? Options: a missing or non-existent value, 0, an empty string, false. Okay, അപ്പം ജാവാസ്ക്രിപ്റ്റിൽ നള്ളിന് കൊടുക്കുന്ന വാല്യൂ എന്താണ്? ഓക്കെ, അപ്പോൾ ആ നൾ വാല്യൂ എന്ന് പറയുന്നത് അവിടെ ഒരു ഏകമായ നൾ എന്നുള്ള ഒരു വാല്യൂ മാത്രമേ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അതിലൊരു വാല്യൂയും ഇല്ല. ഓക്കെ, അപ്പോൾ നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നോൺ എക്സിസ്റ്റൻ്റ് എന്നാണ്. ഓക്കെ, നൾ അല്ലാതെ വേറെ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ് മീൻസ് നോൺ എക്സിസ്റ്റൻ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് വാല്യൂ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.